ഈ മണ്ണാർക്കാടിന് പരിചയമില്ലാത്ത ചില കാര്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുവന്നത്. മറക്കാൻ കഴിയില്ല. ആരൊക്കെ മറന്നാലും, എത്രയൊക്കെ നിങ്ങൾ നല്ല വെള്ളക്കുപ്പായിട്ട് വന്നാലും, നിങ്ങൾ ഈ മണ്ണാർക്കാടിന്റെ മണ്ണിൽ വിഭജനത്തിന്റെ മുറിവുണ്ടാക്കിയത് മറക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഓർമ്മയില്ലേ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ഈ മണ്ണാർക്കാട്ടങ്ങാടിയിലൂടെ ഈ കേരളീയ പൊതുസമൂഹം അംഗീകരിക്കുന്ന ഈ മലയാളക്കരയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം മതവിശ്വാസികളും ആത്മീയ നേതാവായി കരുതുന്ന ഈ കേരളത്തിന്റെ രാഷ്ട്രീയ മേഖല, ഈ കേരളത്തിന്റെ ആത്മീയ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ വലിയ ഇടപെടൽ നടത്തിയ മാനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ജനാസ കെട്ടിയുണ്ടാക്കി അതിൽ ചെരുപ്പുമാലയിട്ട് ഈ മണ്ണാർക്കാടിന്റെ തെരുവുകളിലൂടെ നിങ്ങൾ ആഭാസകരമായ ലീഗുകാരന്റെ മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടുകൂടി ഒരു വയോധികരായ ആത്മീയ നേതാവായ ഈ കേരളം അംഗീകരിക്കുന്ന ഒരു മനുഷ്യന്റെ ജനാസ കെട്ടിയുണ്ടാക്കി കൊണ്ടുപോയ സംസ്കാരം ഈ മണ്ണാർക്കാടിന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണ് കൊണ്ടുവന്നത്. കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മദ്രസ അടച്ചുപൂട്ടിയിട്ടുണ്ടോ? ഈ മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു പള്ളി തർക്കമുണ്ടായിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ MLA ആയി വന്ന കാലത്ത് UDF ഭരിക്കുമ്പോ എത്ര പള്ളികളിലാണ് പ്രശ്നങ്ങളുണ്ടായത്, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായത്, മദ്രസകൾ അടച്ചുപൂട്ടിയത് എന്ന് നിങ്ങൾ ആലോചിക്കണം. എണ്ണി പറയാൻ കഴിയും. UDFന്റെ കാലത്ത് ഈ കേരളത്തിൽ അടച്ചുപൂട്ടിയ മദ്രസകൾ, പള്ളികൾ തർക്കം മൂലം പൂട്ടിയിട്ട സാഹചര്യമുണ്ടായി. ഇപ്പോ 10 കൊല്ലക്കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു പള്ളി, ഏതെങ്കിലും ഒരു മദ്രസ അരമണിക്കൂർ നേരത്തേക്കെങ്കിലും താഴിട്ട് പൂട്ടിയിട്ടുണ്ടോ? ആ ഞങ്ങളെയാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങളാണ് വലിയ ഇസ്ലാമോഫോബിയ പരത്തുന്നവരെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ നന്നായി വാരിപ്പുണരുന്നത് ഈ നാട് കാണുന്നുണ്ട്. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ആരാ പറയുന്നത്? സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ പറയുമ്പോ VD സതീശൻ പറയാം അതൊക്കെ മാറ്റി. ഇയാൾ ആര്? VD സതീശൻ ആര്? ഇറാ സെന്ററിൽ ഇരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറോ? അങ്ങനെയാണെങ്കിൽ അത് പറ. ഈ രാജ്യത്ത് 940 മുതൽ 973 വരെ നീണ്ട 33 കൊല്ലക്കാലം RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘ് ചാരക പദവിയിലിരുന്ന് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിഭജനത്തിന്റെ മുറിവുണ്ടാക്കിയ, മനുഷ്യരെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ച, ഏറ്റവും കൂടുതൽ വർഗീയത ഈ നാട്ടിൽ പരത്തിയ ഗുരുജി എന്ന് സംഘപരിവാർ വിളിക്കുന്ന മാധവ സദാശിവ ഗോൾവാക്കറിന്റെ ജന്മശതാബ്ദിക്ക് അയാളുടെ ഛായാചിത്രത്തിന് മുമ്പ് നിലവിളക്ക് കൊളുത്ത് അവിടെ കുനിഞ്ഞു നിന്നവന്റെ പേരാണ് VD സതീശൻ. ആ VD സതീശനാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. CCN മണ്ണാർക്കാട്.